സ്വന്തമാക്കി കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും ഇഷ്ടം കൂടിക്കൂടി വരുമെന്ന് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ വിവാഹ വാർഷികത്തിൽ പോലും സാരംഗ് എന്നോടത് പറഞ്ഞു. ഇത്രയും പ്രായമായി ഇനി വേണോന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴും സാരംഗ് എന്നോട് പറഞ്ഞു, നിന്നോടുള്ള പ്രണയം വീഞ്ഞാണ്, പഴകും തോറും വീര്യം കൂടുന്നു. ദാമ്പത്യ ജീവിതത്തിലെ മിക്ക പെണ്ണുങ്ങളും പൊട്ടിപ്പെണ്ണുങ്ങളാ. ഭർത്താവ് പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങും, കേട്ടിരിക്കും, വിശ്വസിക്കുകയും ചെയ്യും. അതുപോട്ടെ, സാരംഗ് പറഞ്ഞേ. ഐ എം സോറി, നമ്മളിനി ഒന്നിച്ചല്ല. നമുക്ക് പോവാം. ഇനി എനിക്കൊന്നും ചോദിക്കാനില്ല സാരംഗ്. ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഐ എം ടോട്ടലി ലോസ്റ്റ്. തീർന്നു. മൈഥിലി, ഇറങ്ങ. അമ്മ എവിടെയായിരുന്നു അമ്മേ? അമ്മയ്ക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ടി വന്നു. അച്ഛനും അമ്മയും തമ്മിൽ മിണ്ടിയോ? പ്രശ്നമൊക്കെ തീർന്നോ? സുമേ, എല്ലാവർക്കും ഭക്ഷണം എടുത്തു കൊടുക്ക്. എന്താ മോളെ? ഒരു തലവേദന, ഒന്ന് കിടക്കണം. അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ട മോനെ, അമ്മയൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. സുമേ, ഞാൻ കിടന്നുറങ്ങിപ്പോയി, എന്നെ വിളിക്കണ്ട. ശരി. സാരംഗേ, എവിടെയായിരുന്നു നിങ്ങള്? അത് അച്ഛാ, പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചോ അതോ അവളെ കൂടുതൽ വിഷമിപ്പിച്ചോ? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താ പിന്നെ സംസാരിക്കാനുള്ളത്? കുടുംബകാര്യങ്ങള് അപ്പോ സംസാരിച്ചു തീർക്കണം. നിങ്ങൾ തമ്മിൽ കണ്ടതിന് ശേഷം പിന്നെ എന്താ ഉണ്ടായത്? അമ്മേ, രാത്രിയാണ്. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊരു അസ്വസ്ഥത ഉണ്ടായാൽ ആർക്കും ഉറങ്ങാൻ പറ്റില്ല. നീ ഉറങ്ങും, നന്നായി തന്നെ ഉറങ്ങും. കാരണം നിന്റെ വാക്കിലും പ്രവൃത്തിയിലും തരി സ്നേഹമില്ലല്ലോ. നീ വേറെന്തോ ഉദ്ദേശിച്ചിരിക്ക. എല്ലാവർക്കും ഇങ്ങനെ ഇരുട്ടിത്തപ്പാൻ കഴിയില്ല. വാസ്തവം എന്താന്ന് നീ പറ. സംസാരം തുടരാനാണെങ്കിൽ 100 വഴികളുണ്ട്. അത് നിർത്താനാണ് ഞാൻ പറഞ്ഞത്. അതാണ് എല്ലാവർക്കും നല്ലത്. അവള് വന്നേ. അപ്പൂപ്പ, ഞാൻ അമ്മയുടെ അടുത്ത് പോന്നു. വേണ്ട മോനെ, കുറച്ച് കഴിയട്ടെ. ഒന്നുമില്ലടാ, നേരം വെളുക്കട്ടെ. രാത്രിയായ നേരം വെളുക്കട്ടെ എന്ന് പറയും, വെളുത്ത രാത്രിയാവട്ടെ എന്ന് പറയും. എന്നാലും അമ്മ വരെയും. അമ്മയുടെ ആർക്കും സ്നേഹമില്ല, ആർക്കുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം എടുത്ത് വെക്കട്ടെ? വേണ്ട കുട്ടി, ആവശ്യക്കാരില്ലെങ്കിൽ പിന്നെ വിളമ്പി വെച്ചിട്ടെന്താ കാര്യം?
മക്കളെ, ഇനിയിപ്പോ ഈ രാത്രിയിൽ നീ എവിടെ പോകാനാ? ഇവിടെ കിടന്നിട്ട് രാവിലെ അങ്ങ് പോകാം. അയ്യോ, നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടതാ. ഹാ, ഡാ ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയാ പോരെ? നിന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ഉറക്കക്ഷീണമുണ്ട്. അതെ, ഇത്രയും നേരം ഉറക്കം വിളിച്ച് വണ്ടി ഓടിച്ചതല്ലേ? ഇത്രയും നേരം ഞാൻ കാറിൽ കൂടെ ഉണ്ടായിരുന്നെങ്കിലും പറയാം. എന്ത് കാര്യം? അതെന്താടാ? ഹൈ റേഞ്ച് ഇറങ്ങിയപ്പോ എന്നോട് പറഞ്ഞതേ ഇവിടം വരെ ഞാൻ കണ്ണും തുറന്നിരുന്നോളാന്നാ. രണ്ടാമത്തെ വളവെത്തിയപ്പോ തന്നെ ഫാദർ ഇറങ്ങി. സത്യമല്ലേ? അല്ല, അത് പിന്നെ ഇത്ര വയസ്സായതല്ലേടാ. നല്ല കക്ഷിയാ കൂട്ടിയിരുന്നത്. നമ്മള് മനസമാധാനത്തോടെ ഉറങ്ങുന്നത് ആരെ വിശ്വസിച്ചിട്ടാ? മിശിക തമ്പുരാനെ വിശ്വസിച്ചു. അതുപോലെ നിന്നെ വിശ്വസിച്ച് ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഓ, കർത്താവിനെ എന്നെയൊക്കെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയോ? അതെ, അത് പിന്നെ എനിക്കൊരു നാക്കുപിഴ പറ്റിപ്പോയതാ. എന്റെ മക്കൾ അതുകൊണ്ട് അഹങ്കരിക്കാനൊന്നും നിൽക്കണ്ട. ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല്. ആ, എന്താ ഇത്? മോൻ വന്നത് അച്ഛൻ അറിഞ്ഞില്ലല്ലോ. ഇങ്ങ് വാ, ഇരിക്കടാ. മോൻ അച്ഛനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ട്. എന്താ? അച്ഛനെന്താ അമ്മ ഇഷ്ടമില്ലാത്തത്? അച്ഛനമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. എന്നിട്ട് എന്തിനാ അച്ഛാ ഇപ്പോ? അതൊന്നും മോൻ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛന്റെ അമ്മയുടെയും കാര്യമില്ലേ, മനസ്സിലാവും എനിക്ക്. ഇപ്പൊ മോൻ പോയി ഭക്ഷണം കഴിച്ച് കിടക്ക്. നമുക്ക് നാളെ സംസാരിക്കാം. വേണ്ട, ഇപ്പൊ പറഞ്ഞാ മതി. അമ്മ പാവല്ലേ? അമ്മ എന്ത് തെറ്റാ ചെയ്തെന്ന് പറ. മോനെ, അച്ഛനിപ്പോ ഞങ്ങളെ ആരും ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. ഏയ്, മോനോട് അച്ഛൻ ഒരു പിണക്കമില്ല, ഒന്നുമില്ല. മോനിവിടെ ഇരുന്നേ. അമ്മ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്നെ ഇഷ്ടപ്പെടണ്ട. അമ്മ പാവല്ലേ അച്ഛാ? നല്ല രസമായിരുന്നില്ലേ നമ്മളെ വീട്? എല്ലാരും സന്തോഷമായിരുന്നില്ലേ? അച്ഛനെന്തിനാ അത് വേണ്ടാന്ന് വെച്ചത്? അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കൂട്ടുകാരുടെ അമ്മയെക്കാളൊക്കെ എന്റെ അമ്മയെ നല്ലത്. അമ്മയെ വിഷമിപ്പിക്കണ്ട കേട്ടോ, ദൈവത്തിന് പോലും ഇഷ്ടാവില്ല. അമ്മേ, എന്താ മോനെ? ഞാൻ അമ്മയുടെ അടുത്ത് ഇരുന്നോട്ടെ? എന്തു പറ്റി? ഞാൻ അച്ഛൻ്റെ അടുത്തായിരുന്നു. അമ്മയോട് എന്തിനാ പിണങ്ങിയെന്ന് ചോദിച്ചപ്പോ അച്ഛനൊന്നും പറഞ്ഞില്ല. മോഹൻ എന്തിനാ ചോദിക്കാൻ പോയേ? പിന്നെ ആരാ ചോദിക്ക? യാമി ചേച്ചി ഒന്നും ചോദിക്കാറില്ല. അച്ഛൻ പറയണ മാത്രം കേൾക്കും. അമ്മയ്ക്ക് വേണ്ടി ഞാനെങ്കിലും ചോദിക്കണ്ടേ? വാ. ഇപ്പൊ നമ്മുടെ വീട് ഒരു രസവുമില്ല, ചിരിയില്ല, കളിയില്ല. എല്ലാവരും അവരവരുടെ മുറിയില്. അമ്മ മോനോട് എന്താ പറയാ? നമ്മൾ ഒരുപാട് ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കണ്ടപ്പോ ആർക്കെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടാവും. ആർക്ക്? ആർക്കെങ്കിലും. അമ്മയുടെ തലവേദന മാറിയോ? വെറുതെ പറഞ്ഞല്ലേ എല്ലാവരുടെയും കൂടെ ഇരിക്കാതിരിക്കാൻ. ക്ലാസ് ഇല്ലേ നാളെ? ഇങ്ങനെ ഇരുന്ന എങ്ങനെയാ? ഉറങ്ങണ്ടേ? ഞാനിവിടെ അമ്മയുടെ അടുത്തേ ഇരിക്കൂ. ഞാൻ ഉറങ്ങാൻ വൈകും. എന്നാലും കുഴപ്പമില്ല. സാരമില്ല കേട്ടോ,
അമ്മയ്ക്ക് ഞാനുണ്ട്. വലിയ വലിയ വാക്കുകളൊക്കെ പഠിച്ചല്ലോ എൻ്റെ കുട്ടി. ഒരു കാര്യം ചെയ്, അമ്മയുടെ മടി കിടന്നുറങ്ങിക്കോ. തനിച്ച് വിട്ടാൽ ശരിയാവില്ല. വഴക്കൊക്കെ തീരില്ലേ അമ്മ? നമ്മൾ പഴയ പോലെ ആവില്ലേ? മോനതൊന്നും ആലോചിക്കണ്ട, കിടന്നോ. ഹലോ. ഹായ്, ഉറങ്ങായിരുന്നോ? അല്ല, ഞാനിവിടെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുമായിരുന്നു. താൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിന്ന് ഫ്രഷ് ആയി. അപ്പൊ ഒന്ന് വിളിക്കണം തോന്നി. അതെ, ഫാദർ എങ്ങാനും കേട്ട് വന്നാൽ തീർന്നു കാര്യം. അങ്ങേര് കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ഡീപ് അങ്ങേരോ? എപ്പോഴും നീ ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ട് സംസാരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ, രണ്ടുപേര് തമ്മിൽ ഇഷ്ടപ്പെടുമ്പോ ഇടയിൽ വരുന്ന ആളെ കുറിച്ച് പിന്നെ എന്താ പറയാ? അങ്ങേരോട് പോയി കിടക്കാൻ പറയും. അതിപ്പോ ഫാദർ ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും അങ്ങനെയൊക്കെ തന്നെയാ പറയാ. അതെ, നാളെ രാവിലെ നമുക്ക് കാണാം. പിന്നെ ഞാൻ തനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ശരിയാവോന്ന് അറിയില്ല. താൻ പറ. ഈ സാൽമൺ മത്സ്യത്തിന്റെ എഗ്ഗില്ലേ, പ്രഷ്യസ് ആയിട്ട്, അതാണോ? എടോ, ഞാൻ പോയതൊരു കാട്ടിലേക്കാ. അവിടെ കിടുന്ന സാധനമാണോ അത്? എന്നാ പിന്നെ എന്താ? ആ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് ജൂട്ടിന്റെ സാരി വലിയ ഇഷ്ടാന്ന്. അതാ? പിന്നെ ജൂട്ട്. ഇന്നലെ ഇനി പറയുന്ന കറക്റ്റ് ആയിരിക്കും. നോക്കാം. നല്ല അസല് നാടൻ തേയില. കറക്റ്റ്? കറക്റ്റ്. പിന്നെ പിന്നെ കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്. കറക്റ്റാ? ഉഫ്, എന്നാലും തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് കറക്റ്റായിട്ട് എങ്ങനെ കണ്ടുപിടിച്ചു? ഒന്ന് പോണം മിസ്റ്റർ. ഹൈ റേഞ്ച് പോയി വരുന്ന എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഒരു പെട്ടി തേയിലയും ഒരു പെട്ടി ചോക്ലേറ്റും. ഇത് ഊഹിക്കാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. ഇങ്ങനെ താൻ ഊഹിച്ചു കളയായിരുന്നെങ്കിലേ ഞാൻ വേറെന്തെങ്കിലും മേടിച്ചേനെ. പിന്നെ ഇപ്പൊ കിട്ടും. അല്ല, എപ്പോഴാ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ? ഇനിയിപ്പോ നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫാദറിന്റെ പെർമിഷൻ എപ്പോ കിട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഈ ഫാദറിനെ കുറച്ച് സെൻസ് കുറവാ കേട്ടോ. അല്ലെങ്കിൽ വന്ന ഉടനെ അരുണിനോട് പറയില്ലേ ആ പെങ്കൊച്ചിനെ പോയി കാണാൻ? അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, അതെന്താ അത് തന്റെ പുറകില്? എന്ത്? എന്തോ ഒന്ന് മൂവ് ചെയ്തു. എന്ത്? എടി കൊച്ചേ, നീ നേരത്തെ പറഞ്ഞ ആ സെൻസ് ഇല്ലാത്ത ഫാദർ തന്നെ. അല്ല ഫാദർ, ഞങ്ങള് മോനെ, അന്താരാഷ്ട്ര തലത്തിൽ സമാധാന ചർച്ചയാണെന്നും പറഞ്ഞ് ഈ അച്ഛനെ നീ വിശ്വസിപ്പിച്ചു കളയല്ലേ? സമയം രാത്രി 2:45 പുലർച്ചെ. മുറിയിൽ വെള്ളം തീർന്നു പോയതുകൊണ്ട് എടുക്കാൻ വന്നതാ ഞാൻ. അല്ലടാ, ഉറങ്ങുന്നില്ലേ? ഉറങ്ങാൻ പോവച്ചോ. എടി കൊച്ചെ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ആ, ഉറങ്ങാൻ പോവാ ഫാദർ, അനുഗ്രഹിക്കണം. അതെ, ഈ കൊച്ചു വെളുപ്പാൻ കാലത്തുള്ള അനുഗ്രഹമൊന്നും ഞങ്ങൾ ഫാദർമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ആ, നടക്കട്ടെ. കുരിശു വരച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ. കിടക്കാൻ പോവച്ചോ. ഓ, ആകെ നാണക്കേടായി. ഇനി ഞാൻ എങ്ങനെ ഫാദറിന്റെ മുഖത്ത് നോക്കും? മുഖത്ത് നോക്കാൻ എന്താ പ്രയാസം? തനിക്കത് പറയാലോ. ഫാദർ ഇയാളുടെ കൂട്ടുകാരനെ പോലെയാന്നല്ലേ പറഞ്ഞത്? ആണ്, പക്ഷേ എന്നാലും. അതെ, താൻ കിടന്നുറങ്ങിയേ, നമുക്ക് നാളെ കാണാം. എനിക്ക് സംസാരിച്ച് മതിയായില്ല. ഞാൻ എന്തായാലും ഇപ്പം മതിയാക്കാൻ പോവാ. വെക്കല്ലേ? ഞാൻ കുരിശ് വരച്ച് കിടക്കാൻ പോവാ. വേണമെങ്കിൽ താനും ഒന്ന് വരച്ചോ. എന്ത് കഷ്ടമാണ് ദൈവമേ.
അമ്മേ, ഇന്ന് ഫീസ് കൊടുക്കണം. ഞാൻ പോകുന്നു. കുട്ടികൾ സ്കൂളിൽ പോയോ? ആ ഇപ്പൊ പോയതേ ഉള്ളൂ. ആ ആ വാ. മോളിരിക്കെ. ഇന്നലെ രാത്രി മോൾ ഉറങ്ങിയില്ലല്ലേ? ഇന്നലെ മോൾ എവിടെയാ പോയത്? എവിടുന്നാ നിങ്ങൾ ഒന്നിച്ചു വന്നത്? ഇന്നലത്തെ കാര്യങ്ങളൊന്നും എൻ്റെ തലയിലില്ല അച്ഛാ. ഇനി അങ്ങോട്ടുണ്ടാവോന്നും അറിയില്ല. ആന്റി, ഞാൻ കിച്ചണിലാ, ഇങ്ങോട്ട് വാ. ആഹാ, ഇന്ന് ദോശയാണോ? ഞാൻ കഴിച്ചില്ല. അവിടെ ഇന്ന് കിച്ചൺ ഓപ്പൺ ആയില്ല. എന്തു പറ്റി? ആ, ഞാൻ ചോദിച്ചില്ല. ആന്റി, അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവും കേട്ടോ. നീ എന്താ പറഞ്ഞത്? അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവുമെന്ന് അച്ഛൻ അങ്ങനെ ഡിസൈഡ് ചെയ്തു. എന്ത് കൂളായിട്ടാ നീ പറയുന്നേ? കാരണം എന്താ? അച്ഛൻ അമ്മയോട് പറഞ്ഞ കാരണം എന്താ? എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ കൺഫേം ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പോട്ടെ, എനിക്ക് നേരായി. മോളെ, നീ അമ്മയോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. അമ്മയുടെ അടുത്ത് നിന്ന് ഞാനിപ്പോ ഫീസ് വാങ്ങിയ. ഞാൻ ലേറ്റ് ആവും ആന്റി. നിൽക്ക്. എന്താ? അമ്മ കരയാണോ? ഏയ്, ഇപ്പൊ കരയല്ല. ആന്റിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ച് ചോദിക്ക്. ആന്റി, അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവും കേട്ടോ. ഞാനും മൈഥിലിയും ഇനി ഒന്നിച്ച് ജീവിക്കുന്നില്ല. ഞാനും മൈഥിലിയും തമ്മിൽ ഇനി ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ല.